നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മസിൽസ് ഓഫ് ദി ഫോർ ആം ദാറ്റ് മൂവ് ദി റിസ്റ്റ്, ഹാൻഡ്, തമ്പ് ആൻഡ് ഡിജിറ്റ്സ് നോക്കാം. അതായത് നമ്മുടെ ഫോർ ആമിലുള്ള മസിൽസ്, റിസ്റ്റ്, ഹാൻഡ്, തമ്പ് ആൻഡ് ഡിജിറ്റ്സിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫോർ ആമിലുള്ള മസിൽസാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ മസിൽസിൻ്റെ ലൊക്കേഷനും ഫങ്ഷനും അനുസരിച്ചിട്ട് മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിലും പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിലും. ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിൽസ് ഫ്ലെക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിനെ ഫ്ലെക്സേഴ്സ് എന്നും പറയും. അതുപോലെ പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിൽസ് എക്സ്റ്റൻഷനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് എക്സ്റ്റൻസേഴ്സ് എന്നും പറയും. അതുപോലെ ഇത് രണ്ടും സൂപ്പർഫിഷ്യൽ ആൻഡ് ഡീപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിൽസും സൂപ്പർഫിഷ്യൽ ആൻഡ് ഡീപ്പ് ഉണ്ട്, പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിൽസും സൂപ്പർഫിഷ്യൽ ആൻഡ് ഡീപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 4 ഗ്രൂപ്പായി. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ ആൻറ്റീരിയർ ഓർ ഫ്ലെക്സർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഫോറാം. അതിൽ 4 മസിൽസ് പഠിക്കാനുണ്ട്. അതാണ് അവിടെ ഞാൻ 4 എന്ന് എഴുതിയത്. പിന്നെ രണ്ടാമത്തത് ഡീപ്പ് ആൻറ്റീരിയർ ഓർ ഫ്ലെക്സർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഫോറാം. അത് 2 എണ്ണം പഠിക്കാനുണ്ട്. ഓക്കെ. ഇനി മൂന്നാമത്തത് സൂപ്പർഫിഷ്യൽ പോസ്റ്റീരിയർ ഓർ എക്സ്റ്റൻസർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഫോറാം. അത് 5 എണ്ണം പഠിക്കാനുണ്ട്. അടുത്തത് ഡീപ്പ് പോസ്റ്റീരിയർ ഓർ എക്സ്റ്റൻസർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഫോറാം. അത് 4 എണ്ണം പഠിക്കാനുണ്ട്. അപ്പോൾ ടോട്ടൽ 15 മസിൽസാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് മസിൽസ് ഓഫ് ദി ഫോർ ആം ദാറ്റ് മൂവ് ദ റിസ്റ്റ്, ഹാൻഡ്, തമ്പ് ആൻഡ് ഡിജിറ്റ്സ്. ഇതിൽ ആദ്യത്തെ സൂപ്പർഫിഷ്യൽ ആൻറ്റീരിയർ ഓർ ഫ്ലെക്സർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഫോർ ആമിൽ 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അത് 4 എണ്ണം ഏതാണെന്ന് നിങ്ങൾ ഒന്നെങ്കിൽ ഈ പിക്ചർ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കാം. ആ 4 എണ്ണം എന്ന് പറയുന്നത് ഫ്ലെക്സർ കാർപ്പൈ റേഡിയാലിസ്, പാൽമാറിസ് ലോങ്കസ്, ഫ്ലെക്സർ കാർപ്പൈ അൾനാറിസ് ആൻഡ് ഫ്ലെക്സർ ഡിജിറ്റോറം സൂപ്പർഫിഷ്യാലിസ്. നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എവിടെയാണ് ഈ മസിൽസ് എല്ലാം ഉള്ളതെന്ന്. ഇനി നമുക്കതിൻ്റെ നോട്ട്സ് നോക്കാം. ആദ്യം തന്നെ ഇത് ജസ്റ്റ് വായിച്ച് വിടാം. നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ് കേട്ടോ. മസിൽസ് ഓഫ് ദി ഫോർ ആം ദാറ്റ് മൂവ് ദി റിസ്റ്റ്, ഹാൻഡ് ആൻഡ് ഡിജിറ്റ്സ് ആർ മെനി ആൻഡ് വേരിഡ്. ഒരുപാടുണ്ട്, വെറൈറ്റിയാണ്. ദോസ് ഇൻ ദിസ് ഗ്രൂപ്പ് ദാറ്റ് ആക്ട് ഓൺ ദ ഡിജിറ്റ്സ് ആർ നോൺ ആസ് എക്സ്ട്രിൻസിക് മസിൽസ് ഓഫ് ദി ഹാൻഡ്. എക്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ്, ബിക്കോസ് ദേ ഒറിജിനേറ്റ് ഔട്ട്സൈഡ് ദ ഹാൻഡ് ആൻഡ് ഇൻസേർട്ട് വിത്തിൻ ഇറ്റ്. ഓക്കെ, ഒന്ന് ഷോർട്ടായിട്ട് പറയാം. നമ്മുടെ ഈ ഫോറാമിലുള്ള മസിൽസ്, റിസ്റ്റ്, ഹാൻഡ്, ഡിജിറ്റ്സ്, ഇതിൽ ഒരുപാട് മസിൽസ് ഉണ്ട്, വെറൈറ്റിയുമാണ്. അതുപോലെ ഇത് മെയിനായിട്ട് ഡിജിറ്റിൽ ആക്ട് ചെയ്യുന്നത് മസിൽസിന് നമ്മൾ എക്സ്ട്രിൻസിക് മസിൽസ് ഓഫ് ദി ഹാൻഡ് എന്ന് പറയും. കാരണം ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ ഹാൻഡാണ്, ഇൻസേർട്ട് വിത്തിൻ ഇറ്റ്, അകത്തുമാണ്. ഇത് ഓൾറെഡി പറഞ്ഞു, ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻ അനുസരിച്ചിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിൽസ് ആൻഡ് പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിൽസ്. ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിൽസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഓൺ ദി ഹ്യൂമറസ്, ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ ഓൺ ദി കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ് ആൻഡ് ഫലാഞ്ചസ്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്ലെക്ഷനാണ്, ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിന് ഫ്ലെക്സർ എന്ന് പറഞ്ഞ പേര് വന്നത്. ദ ബെല്ലീസ് ഓഫ് ദീസ് മസിൽസ് ഫോം ദ ബൾക്ക് ഓഫ് ദി ഫോറാം. ഫോറാമിൻ്റെ ബൾക്കായിട്ട് ഫോം ചെയ്യുന്നത് ബെല്ലീസാണ്. ഇതിൻ്റെ ഈ മസിൽസിൻ്റെ ബെല്ലീസ് എന്താണെന്നല്ല ഓൾറെഡി ഞാൻ മുന്നേ ഉള്ള ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് ക്ലാസ്സിസ്റ്റ് ആ ഓർഡറിൽ തന്നെ പഠിച്ചിട്ട് വാട്ടോ, എന്നാൽ കുറച്ചും കൂടി ഈസി ആവുള്ളൂ. ഇനി നെക്സ്റ്റ് ദ പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിൽസ് ഓഫ് ദി ഫോറാമിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഹ്യൂമറസിലാണ്. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ മെറ്റാകാർപ്പൽസ് ആൻഡ് ഫലാഞ്ചസ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്റ്റൻസേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇതിന് എക്സ്റ്റൻസർ എന്ന പേര് വന്നത്. പിന്നെ ഓൾറെഡി പറഞ്ഞു, ഓരോ കമ്പാർട്ട്മെൻറ്റും സൂപ്പർഫിഷ്യൽ ആൻഡ് ഡീപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ 4 മസിൽസ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൂപ്പർഫിഷ്യൽ ആൻറ്റീരിയർ ഫ്ലെക്സർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഫോറാമിലുള്ള 4 എണ്ണം ഏതൊക്കെയാണ്? ഫ്ലെക്സർ കാർപ്പൈ റേഡിയാലിസ്, പാൽമാറിസ് ലോങ്കസ്, ഫ്ലെക്സർ കാർപ്പൈ അൾനാറിസ്, ഫ്ലെക്സർ ഡിജിറ്റോറം സൂപ്പർഫിഷ്യാലിസ്. ആ മസിൽസ് അറേഞ്ച് ചെയ്ത ഓർഡറാണിത്, ഫ്രം ലാറ്ററൽ ടു മീഡിയൽ. ലാറ്ററൽ ഭാഗത്തു നിന്ന് മീഡിയൽ ഭാഗത്തേക്ക്. ആ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അതിൻ്റെ ഓർഡറാണിത്. ഫ്ലെക്സർ കാർപ്പൈ റേഡിയാലിസ്, പാൽമാറിസ് ലോങ്കസും ഫ്ലെക്സർ കാർപ്പൈ അൾനാറിസ്. നെക്സ്റ്റ് ഫ്ലെക്സർ ഡിജിറ്റോറം സൂപ്പർഫിഷ്യാലിസ്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിൽ റിസ്റ്റിലുള്ള ടെൻഡൻസിൻ്റെ ജസ്റ്റ് ലാറ്ററൽ ആയിട്ടാണ് അൾനാർ ആൻഡ് ആർട്ടറി വരുന്നത്, അൾനാർ നെർവ് ആൻഡ് ആർട്ടറി വരുന്നത്. അതുപോലെ പിന്നെ ഈ 4ാമത്തെ മസിൽ എന്ന് പറയുന്നത് ഈസ് ഡീപ്പ് ടു ദി അതർ 3 മസിൽസ്. ആ മുകളിലുള്ള 3 മസിൽസിൻ്റെയും ഡീപ്പാണ്, ആൻഡ് ഈസ് ദ ലാർജസ്റ്റ് സൂപ്പർഫിഷ്യൽ മസിൽ ഇൻ ദ ഫോറാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സൂപ്പർഫിഷ്യൽ ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റിലുള്ള 4 മസിൽസ് നോക്കി. ഇനി അടുത്തത് ഡീപ്പ് ആൻറ്റീരിയർ ഫ്ലെക്സർ കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഫോറാമിലുള്ള 2 മസിൽസ്. ഓക്കെ, ഫ്ലെക്സർ പോളിസിസ് ലോങ്കസ് ആൻഡ് ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ലെഫ്റ്റ് സൈഡിലത്തെ 2 പിക്ചറിൻ്റെ നടുക്കായിട്ട് എഴുതിയിട്ടുണ്ട് ഫ്ലെക്സർ പോളിസിസ് ലോങ്കസ്, നമ്മൾ റിസ്റ്റിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് വരും. പിന്നെ റൈറ്റ് സൈഡിലത്തെ 3ാമത്തെ പിക്ചറിൽ ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കാം.
ഇനി നോട്ട്സ് നോക്കാം. ഡീപ്പ് ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റിലും മസിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലാറ്ററൽ ടു മീഡിയലിൽ ഈ ഒരു ഓർഡറിലാണ്. ഫ്ലെക്സർ പോളിസിസ് ലോങ്കസ് ആൻഡ് ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ്. നമ്മളെ ഡിജിറ്റൽ ഫലാങ്സ് ഓഫ് ദി തമ്പിൻ്റെ ഓൺലി ഫ്ലെക്സർ മസിലാണ് ഈ ഫ്ലെക്സർ പോളിസിസ് ലോങ്കസ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ് എന്ന് പറയുന്നത് എൻഡ്സ് ഇൻ 4 ടെൻഡൻസ്. അത് എൻഡ് ചെയ്യുന്ന 4 ടെൻഡൻസ് ദാറ്റ് ഇൻസേർട്ട് ഇൻ ടു ദ ഡിസ്റ്റൽ ഫലാഞ്ചസ് ഓഫ് ദി ഫിംഗേഴ്സ്. ഫിംഗേഴ്സിൻ്റെ ഡിസ്റ്റൽ ഫലാഞ്ചസ്, ഓൾറെഡി നമ്മൾ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ഫലാഞ്ചസ് എന്താണ്, ഡിസ്റ്റൽ ഫലാഞ്ചസ് എന്താണ്, പ്രോക്സിമൽ ഫലാഞ്ചസ് എന്താണെന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഡിസ്റ്റൽ ഫലാഞ്ചസ് ഓഫ് ദി ഫിംഗേഴ്സിലാണ് പോയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ 4 ടെൻഡൻസ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും കഴിഞ്ഞു. ഇനി മൂന്നാമത്തേൽ 5 മസിൽസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പിക്ചർ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് വ്യൂ ചെയ്യുക, സൂം ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പോസ് ചെയ്ത് വെക്കാം. 5 ഏതൊക്കെയാണ്? എക്സ്റ്റെൻസർ കാർപ്പൈ റേഡിയാലിസ് ലോങ്കസ് ഒന്നാമത്തത്, എക്സ്റ്റെൻസർ കാർപ്പൈ റേഡിയാലിസ് ബ്രീവിസ് രണ്ടാമത്തത്, എക്സ്റ്റെൻസർ ഡിജിറ്റോറം, എക്സ്റ്റെൻസർ ഡിജിറ്റൈ മിനിമൈ ആൻഡ് എക്സ്റ്റെൻസർ കാർപ്പൈ അൾനാറിസ്. സൂപ്പർഫിഷ്യൽ പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിൽസ് ലാറ്ററൽ ടു മീഡിയൽ ഈ ഒരു ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ എഴുതിയ പോലെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റെൻസർ ഡിജിറ്റോറം ഒക്യുപ്പൈസ് മോസ്റ്റ് ഓഫ് ദ പോസ്റ്റീരിയർ സർഫേസ് ഓഫ് ദ ഫോറാം. നമ്മൾ ഫോറാമിൻ്റെ പോസ്റ്റീരിയർ സർഫേസിൽ കൂടുതൽ ഒക്യുപ്പൈ ചെയ്യുന്നത് ഈ എക്സ്റ്റെൻസർ ഡിജിറ്റോറം എന്ന് പറഞ്ഞ മസിൽസാണ്. പിന്നെന്താ പറയുന്നത്, ആൻഡ് ഡിവൈഡ്സ് ഇൻ ടു 4 ടെൻഡൻസ്. ഇത് 4 ടെൻഡൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആൻഡ് ഇൻസേർട്ട് ഇൻ ടു ദ മിഡിൽ ആൻഡ് ഡിസ്റ്റൽ ഫലാഞ്ചസ് ഓഫ് ദി ഫിംഗേഴ്സ്. മിഡിൽ ആൻഡ് ഡിസ്റ്റൽ ഫലാഞ്ചസ് ഓഫ് ദി ഫിംഗേഴ്സ്. ഫിംഗേഴ്സിൻ്റെ മിഡിലും ഡിസ്റ്റൽ ഫലാഞ്ചസിലും പോയിട്ടാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇത് 4 ടെൻഡൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മിഡിൽ ആൻഡ് ഡിസ്റ്റൽ ഫലാഞ്ചസ് ഓഫ് ദി ഫിംഗേഴ്സിൽ പോയിട്ട് ഇൻസേർട്ട് ചെയ്യും. പിന്നെ അടുത്ത എന്താ പറയുന്നത്, എക്സ്റ്റെൻസർ ഡിജിറ്റൈ മിനിമൈ എന്ന് പറയുന്നത് എ സ്ലെൻഡർ മസിൽ യൂഷ്വലി കണക്റ്റഡ് ടു ദി എക്സ്റ്റെൻസർ ഡിജിറ്റോറം. തൊട്ട് മുകളിലുള്ള എക്സ്റ്റെൻസർ ഡിജിറ്റോറത്തിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ലെൻഡർ മസിലാണിത്, സോഫ്റ്റ് മസിൽ. അങ്ങനെ നമ്മൾ ആദ്യത്തെ 3 പഠിച്ചു കഴിഞ്ഞ് ഇനി അവസാനത്തെ 4-മത്തത്, അതിൽ 4 മസിൽസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 4 മസിൽസ്? അത് ഇതിൻ്റെ അകത്ത് ഈ പിക്ചറിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അബ്ഡക്റ്റർ പോളിസിസ് ലോങ്കസ്, എക്സ്റ്റെൻസർ പോളിസിസ് ബ്രീവിസ്, എക്സ്റ്റെൻസർ പോളിസിസ് ലോങ്കസ്, എക്സ്റ്റെൻസർ ഇൻഡൈസിസ്. ദി ഡീപ്പ് പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് മസിൽസും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലാറ്ററൽ ടു മീഡിയൽ ഈ ഒരു ഓർഡറിലാണ് കേട്ടോ. ഒന്നാമത്തേത് അബ്ഡക്റ്റർ പോളിസിസ് ലോങ്കസ്, എക്സ്റ്റെൻസർ പോളിസിസ് ബ്രീവിസ്, നെക്സ്റ്റ് എക്സ്റ്റെൻസർ പോളിസിസ് ലോങ്കസ് ആൻഡ് എക്സ്റ്റെൻസർ ഇൻഡൈസിസ്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മൾ ഓൾറെഡി മസ്കുലർ സിസ്റ്റത്തിൽ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് മസിൽസിന് നെയിം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു മസിൽസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻ അനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ലോങ്കസ് എന്ന് കേൾക്കുമ്പോൾ ലോങ് ആണ്, ബ്രീവിസ് എന്ന് കേൾക്കുമ്പം ബ്രീഫാണ്, ചെറുതാണ്. അതുപോലെ എക്സ്റ്റെൻസർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അബ്ഡക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ഡക്ഷന്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ മസ്കുലർ സിസ്റ്റം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ചിട്ട് ആ ഒരു ഓർഡറിൽ പഠിക്കാൻ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ തലയിൽ കയറും. അപ്പോൾ മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ടിൽ പഠിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഏകദേശം കംപ്ലീറ്റ് ആയി, എന്നാലും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും തരുന്നത് പോലെ ഇന്ന് പഠിച്ച മസിൽസിൻ്റെ ഒറിജിൻ, ഇൻസേർഷൻ, ആക്ഷൻ ആൻഡ് ഇന്നർവേഷൻ്റെ ടേബിൾ ഞാൻ തന്നിട്ടില്ല. അതുപോലെ മസിൽസിന് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറയലുണ്ടല്ലോ ആക്ഷൻസ് അനുസരിച്ചിട്ട്, അതും ഞാൻ തന്നിട്ടില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അത് 3 ചേർത്തിട്ട് ഞാൻ വേറൊരു നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് ഇടാം. പക്ഷേ എക്സാമിന് ചോദിച്ചാൽ മസിൽസ് ഓഫ് ദി ഫോറാം ദാറ്റ് മൂവ് ദ റിസ്റ്റ് ഹാൻഡ് തമ്പ് ആൻഡ് ഡിജിറ്റ്സ് ചോദിച്ചാൽ ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടോ. താങ്ക് യു.